ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യമഹയുടെ സ്ട്രീറ്റ് റാലി റേസർ സ്കൂട്ടിയാണ്. പിന്നെ 1,20,000 റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. ആ വണ്ടി വന്നപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്, എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇനി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് 2 ടയേഴ്സ്, ഫ്രണ്ടിലെ ടയറ് 12 ഇഞ്ചസും ബാക്കിലെ ടയറ് 10 ഇഞ്ചസുമാണ്. പിന്നെ ഇതിൽ അലോയിങ്ങനെ എല്ലാം വരുന്നതാണ്, അത് സെപ്പറേറ്റായിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഡിസ്ക് പാറ്റേണും ബാക്കിലെ ബ്രേക്ക് ഡ്രം ബ്രേക്കുമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുകയാണെങ്കിൽ നക്കിൾ ഗാർഡ്സ് ഉണ്ട് നമുക്കിവിടെ. അതാണ് ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഈ വണ്ടിയുടെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ വലിയ ഫീച്ചേഴ്സൊന്നും ഡിസ്പ്ലേയിൽ പറയാനില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറും മൈലേജും RPM ഒക്കെ കാണിക്കുന്നതല്ലാതെ വേറൊരു സ്പെഷ്യൽ പാറ്റേൺ, ഒരു നോർമൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയെക്കുറിച്ച് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്കിതിൽ പറയാനില്ല. അടുത്ത് പറയുകയാണെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സീറ്റിൽ ധാരാളം സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. സീറ്റ് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു റൈഡാണ് നമുക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ച്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഒരു ബാക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ ഒരു ഹാഫ് സൈസ് ഹെൽമറ്റ് ഫുള്ളായിട്ട് ഇതിനകത്തിരിക്കും. അത് ലേഡീസിനൊക്കെ ഇത് വളരെ കംഫർട്ടബിളാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാനുണ്ടെങ്കിൽ നമുക്കത് നല്ല കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചാണ്. ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഈ വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈലേജ്, ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന വണ്ടികളിൽ മൈലേജ് നന്നായി കിട്ടും എന്നാണ് നമ്മൾ റൈഡ് ചെയ്തപ്പോഴും നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. സിറ്റിയിൽ ഈ റേസർ വണ്ടിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മൈലേജ് സിറ്റി റൈഡിലൊക്കെ നമുക്കൊരു 55 വരെ കിട്ടും. എന്നാൽ ഹൈവേസിലൊക്കെ 60 to 65 വരെ കിട്ടും. അത് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരിക്കലും ഇത് പറയാൻ പറ്റില്ല. ഓരോ ഡ്രൈവേഴ്സിൻ്റെയും അവരുടെ സ്കിൽസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ആ മൈലേജ്. എന്തായാലും 50 to 55 നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. പിന്നെ റൈഡ് വളരെ കംഫർട്ടാണ്. ഇതിൽ വേറൊരു ഫീച്ചർ നമുക്ക് പറയാനുള്ളത് സൈഡ് സെൻസറാണ് നമുക്ക്. അതുള്ളത് കൊണ്ട് തന്നെ വണ്ടി പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാവുകയാണ് ചെയ്യുന്നത്, സ്റ്റാർട്ടാവുന്ന പ്രശ്നമില്ല. അത് നമുക്കൊരു സേഫ്റ്റി ഫീച്ചറാണ്. വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ എൻജിനാണ്. ഇതിൻ്റെ എൻജിൻ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് എൻജിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡൊക്കെ അത്യധികം നമ്മളിതിനകത്ത് ഓടിക്കുന്ന പോലെ പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. മറ്റുള്ള വണ്ടികളെ പോലെയല്ല, ഇത് ലീനിയർ രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രഷൻ. അപ്പോൾ അതൊരു ടെക്നോളജിയാണ്. പിന്നീട് ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റിഫൈൻഡ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ സൈലൻറ്റ് സ്റ്റാർട്ടാണ്. അധികം സൗണ്ട് ഇതിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്നില്ല. അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇത്രയുമൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വണ്ടിയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് അല്ല. പക്ഷേ ഞാനിങ്ങനെ ഒരു വണ്ടി സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയ കാര്യങ്ങൾ, അതായത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്നുകൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.